ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബൈജു ഐബി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വഴുതണ എങ്ങനെയാണ് അതിൻ്റെ കെയറിങ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണ ഒരുപാട് കെയർ ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ നമുക്കതിനെ വളർത്തിക്കൊണ്ടു പോകാൻ പറ്റൂ. കാരണം വേണ്ട ഇതുപോലെ പുഴുക്കളൊക്കെ പെട്ടെന്ന് കയറി കളയും. അപ്പോൾ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പുഴുവിൻ്റെ ശല്യം ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ വഴുതണങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ദിവസവും ഇതിന് നമ്മൾ നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ ഇത് നമുക്ക് അത് കിട്ടത്തുള്ളൂ. ഇതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വളങ്ങളൊക്കെ ചെയ്യണം. വളം ഇപ്പം ചാണകപ്പൊടിയാണ് ഇടുന്നത്. ചാണകപ്പൊടി അതുപോലെ വേപ്പും പുണ്ണാണ്. വേപ്പും പുണ്ണാക്കുമാണ് ഇടുന്നത്. എന്നിട്ട് അതിൻ്റെ മൂടൊക്കെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇളക്കി മണ്ണൊക്കെ ഇട്ട് മണ്ണ് ഇളക്കുമ്പം ദൂരെ കൂട്ടി വേണം ഇളക്കാനായിട്ട്. അതിനുശേഷം ഇതുപോലെ തൊണ്ടടുക്കി കൊടുക്കണം. തൊണ്ടടുക്കി കഴിഞ്ഞാൽ ഈർപ്പം നിലനിൽക്കാനും നല്ലതാണ്. അതുപോലെ തന്നെ ഈ ഇട്ടിരിക്കുന്ന ചാണകം അങ്ങോട്ടും ഇങ്ങോട്ടും ഒലിച്ച് പോകത്തില്ല. തറയിൽ നടുമ്പോഴാണ് ഇതുപോലെ നമ്മൾ തൊണ്ട് സാധാരണ അടുക്കി കൊടുക്കുന്നത്. ഇതുപോലെ 4 വശവും നല്ല രീതിയിൽ തൊണ്ട് അടുക്കിയിരുന്നാൽ ഇതിൻ്റെ മൂട് ഡ്രൈ ആകാതെ എപ്പോഴും നല്ല വെള്ള ഈർപ്പം ഉണ്ടാവും. ഇനി ഇതിലുണ്ടാകുന്ന പുഴുക്കളെ മറ്റ് കീടങ്ങളെ എങ്ങനെ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതിനെ പറ്റിയുള്ളൊരു വീഡിയോയും കൂടിയാണ്. വെളുത്തുള്ളി ഇടിച്ചെടുത്തതിൻ്റെ നീര്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് സ്വല്പം സോപ്പ് പൊടി, പിന്നെ ഇത് വിനാഗിരിയാണ്. ശകലം വിനാഗിരി ഒരു 2 സ്പൂൺ കണക്കാക്കി ഒഴിച്ചാൽ മതി, കൂടുതൽ ഒഴിക്കരുത്. പിന്നെ വെളുത്തുള്ളി ചതച്ചെടുത്താണ്. വെളുത്തുള്ളി നീര്, അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്ക് വേപ്പെണ്ണ ഉപയോഗിക്കാം. അപ്പോൾ ഇത് 3 കൂടെ മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കണം. ഒരു ലിറ്റർ വെള്ളമോടെ എടുക്കുന്ന ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടിച്ചുകൊണ്ടിരുന്നാൽ ഇതിലുണ്ടാകുന്ന പുഴുക്കളും കീടങ്ങളൊന്നും വലുതായിട്ട് ശല്യം ചെയ്യില്ല. അപ്പോൾ ഇത് വിനാഗിരിയും വെളുത്തുള്ളി മിശ്രിതവും അതുപോലെ തന്നെ ശകലം സോപ്പ് പൊടിയാണ് ഇതിലെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ സ്പ്രേയറിലെടുത്തിട്ട് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ വരുന്ന കീടങ്ങളൊക്കെ പോകും. പക്ഷേ മഴ സമയത്ത് അടിച്ചിട്ട് കാര്യമില്ല, മഴയില്ലാത്ത സമയത്താണ് ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.